ഹലോ, ഇന്ന് ഉച്ചക്കത്തേക്ക് നമുക്ക് കിട്ടിയേക്കുന്നത് മത്തിയാണ്. ആദ്യം നമുക്കിത് വെട്ടി വൃത്തിയാക്കാം. അപ്പോൾ ഇതേ മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി നമ്മൾ ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുകിടണം. കടുക് പൊട്ടി വരുമ്പോഴേക്ക് അതിലേക്ക് ഉലുവ ഇടണം. അത് കഴിഞ്ഞ് കുറച്ച് സവാള, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചത്, 3-4 വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മൂക്കുന്നത് വരെ നമുക്ക് നോക്കാം. മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഇടുന്നത്. ശേഷം മല്ലിപ്പൊടി ഇടുന്നു, മഞ്ഞൾപ്പൊടി. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. പൊടി മൂത്ത് വരുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി നമുക്കിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് നമുക്കിനി തിളപ്പിച്ചെടുക്കണം. ഗ്രേവി നന്നായിട്ട് തിളച്ചത് എണ്ണയൊക്കെ പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ചുറ്റിച്ച് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇനി നമുക്ക് വെന്തോന്ന് നോക്കാം. മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാവുന്നതാണ്.